എല്ലാവർക്കും നമസ്കാരം. നല്ലൊരു ദിനം ആശംസിക്കുന്നു. വളരെ ശക്തമായ ഒരു സിനിമയായി മാറട്ടെ, അതുപോലെ സിനിമ ഒരു വലിയ വിജയമാകട്ടെ എന്നും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അനീതിക്കെതിരെയുള്ള ശക്തമായ ഒരു പോരാട്ടമാണെന്നാണ് ആദ്യത്തെ ടൈറ്റിൽ പോസ്റ്ററിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ആവട്ടെ, എനിക്ക് ഡയറക്ടർ ഷമീറിനെ കുറച്ചധികം നാളായിട്ട് അറിയാം. സിനിമയെ വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരാളാണ് ഷമീർ. തീർച്ചയായിട്ടും അദ്ദേഹത്തെ സിനിമ ഒരിക്കൽ തിരിച്ചു സ്നേഹിക്കും. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് സർ. അടുത്തതായി വേദിയിലേക്ക് രണ്ട് വാക്ക് സംസാരിക്കാൻ ബൈജോയി എടുക്കുന്ന സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അനീതി ഒരു ഗംഭീര വിജയമാവട്ടെ. ആ ഗംഭീര വിജയമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട്, പ്രാർത്ഥന. സിനിമ ഇറങ്ങുമ്പോൾ ഇത്രയും പേര് ആ സിനിമ ഉറപ്പായിട്ടും കാണണം. അതൊരു ഉറപ്പല്ലേ നിങ്ങളുടെ? അനീതി ഇറങ്ങുമ്പോൾ ആ സിനിമ ഉറപ്പായിട്ടും ഈ പൂജയ്ക്ക് വന്നിരിക്കുന്ന എല്ലാവരും കാണും. കാരണം എനിക്കും തിയേറ്ററുണ്ട്. കാര്യം നല്ല സിനിമകൾ വരുമ്പോൾ തിയേറ്ററുകാരുടെ ഇതായിട്ട് ഞാൻ പറയില്ല, നല്ല സിനിമകൾ വന്ന് ആദ്യത്തെ ദിവസമൊക്കെ ഇതുപോലുള്ള ചെറിയ സിനിമകൾ, നല്ല സിനിമകൾ വരുമ്പോൾ തിയേറ്ററിലോട്ടൊരു മടി മാറി നിൽക്കുന്ന ഒരു സംഭവം ഇപ്പോൾ നടക്കുന്നുണ്ട്. പിന്നെ അത് തിയേറ്ററിൽ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തൊക്കെ കഴിയുമ്പോഴാണ് ഇങ്ങനൊരു സിനിമ ഉണ്ടായിരുന്നു എന്നറിയുന്നത്. 2024 ഇറങ്ങുന്ന എല്ലാ സിനിമകൾക്കും നമ്മളെ കൊണ്ടുണ്ടാവുന്ന സപ്പോർട്ട് കൊടുത്താൽ ബാക്കിയുള്ള ആൾക്കാരെല്ലാം വരും. പിന്നെ എൻ്റെ പ്രിയ അനുജനെന്ന് പറയാം, ഷമീർ. ഞങ്ങൾ വരയൻ എന്ന് പറഞ്ഞ സിനിമയിലാണ് എനിക്കിങ്ങനെ ഒരു അനുജനെ കിട്ടുന്നത്. 45 ദിവസം ഞങ്ങൾ 1 മണിക്കൂറൊക്കെ ബോട്ട് യാത്ര ചെയ്തിട്ടാണ് ലൊക്കേഷനിൽ എത്തുന്നത്. അന്നേമൽ തുടങ്ങിയ ഒരു സൗഹൃദമാണ്, നന്മയുള്ളവനാണ്. തീർച്ചയായിട്ടും സിനിമ എന്ന് പറയുന്നത് ഒരിക്കൽ ഇപ്പോൾ വരുന്ന സിനിമകളല്ലേ, ഇനി വലിയ വലിയ സിനിമകൾ ഷമീറിനൊപ്പം ഉണ്ടാകും. കാരണം ഷമീറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കും. അതുപോലെ ആ സ്നേഹത്തിനോടൊപ്പം സിനിമയോടൊപ്പം കുടുംബത്തെയും